സത്യം കമ്പ്യൂട്ടർ അഴിമതി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി. ബൈജു രാമലിംഗ രാജു 1954 ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഇദ്ദേഹം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച IT വ്യവസായ പ്രമുഖൻ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച IT കമ്പനിയായ സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ സ്ഥാപകൻ. 1987 മുതൽ 2009 വരെ അതിന്റെ ചെയർമാനും CEO-യും സ്ഥാപകനും അദ്ദേഹമായിരുന്നു. 1987 രാജു തന്റെ ഭാര്യ സഹോദരനുമായി സെക്കന്ദരാബാദിലെ P&D കോളനിയിൽ 20 ജീവനക്കാരുമായി സത്യം കമ്പ്യൂട്ടർ സർവീസസ് ഇൻകുബേറ്റ് ചെയ്തു. 1991 സത്യം അതിന്റെ 500 ഫോർച്യൂൺ ക്ലയന്റ് നേടി. തുടർന്ന് ഇന്ത്യയിൽ നിന്ന് വിവരങ്ങൾ കൈമാറുന്നതിന് ആവശ്യമായ അനുമതി നേടുന്നതിനായി രാജു ഇന്ത്യൻ ബ്യൂറോക്രസിയെ നാവിഗേറ്റ് ചെയ്തു. IT മേഖലയിലെ സകലകലാ നിപുണൻ എന്ന ഖ്യാതി അദ്ദേഹം ഈ കാലയളവിൽ നേടി. 1990 ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ ഓണർ പ്രസിഡന്റ് മാനേജ്മെന്റിൽ എൻറോൾ ചെയ്യപ്പെട്ട അദ്ദേഹം 1992 കമ്പനിയെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് 1999 സത്യത്തിന്റെ ഇന്റർനെറ്റ് ഉപസ്ഥാപനമായി സത്യം ഇൻഫോ YCF സ്ഥാപിച്ച അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ആദ്യ ഇന്റർനെറ്റ് സേവന പദ്ധതികളിൽ ആദ്യകാല പങ്കാളിയായി. 1995 ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരിക്കെ മീകോസം പോലെയുള്ള സംസ്ഥാന വിവര സാങ്കേതിക സംരംഭങ്ങൾ രൂപപ്പെടുത്താൻ പ്രധാന പങ്ക് വഹിച്ചു. ഇത്തരത്തിൽ ബിസിനസ്സും രാഷ്ട്രീയവും തമ്മിലുള്ള അടുത്ത ബന്ധത്തിലൂടെ ചന്ദ്രബാബു നായിഡുവായി ദീർഘകാല ബന്ധം സ്ഥാപിക്കാനായത് IT മേഖലയിൽ വൻ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിൽ രാജുവിനെ സഹായിച്ചു. എന്നാൽ നിലയുറപ്പിച്ച പോലെ പതനവും വളരെ വേഗത്തിലായിരുന്നു. ആ വ്യവസായ പതനത്തിന്റെ കഥ പറയാം. 2010 വരെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതിയായിരുന്നു സത്യം കമ്പ്യൂട്ടർ സർവീസസ് അഴിമതി. ഇന്ത്യ ആസ്ഥാനമായുള്ള ഔട്ട്സോഴ്സിന് കമ്പനിയായ സത്യം കമ്പ്യൂട്ടർ സർവീസിന്റെ സ്ഥാപകനും ഡയറക്ടർമാരും അക്കൗണ്ടുകളിൽ കൃത്രിമത്വം കാണിക്കുകയും ഓഹരി വില വർദ്ധിപ്പിക്കുകയും ആ രീതിയിൽ കമ്പനിയിൽ നിന്ന് വൻതുക തട്ടിയെടുക്കുകയും ചെയ്തു. ഇതിൽ ഭൂരിഭാഗവും ലാൻഡ് പർച്ചേസിന് നിക്ഷേപിച്ചു. 2008 അവസാനത്തിൽ ഹൈദരാബാദ് പ്രോപ്പർട്ടി മാർക്കറ്റ് തകർന്നപ്പോഴാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. 2009 കമ്പനിയുടെ അക്കൗണ്ടുകളിൽ കൃത്രിമം നടന്നതായി ചെയർമാൻ രാജു രാമലിംഗ രാജു സമ്മതിച്ചപ്പോഴാണ് ഈ അഴിമതി പുറത്തു വന്നത്. അഴിമതിയുടെ തുടക്കം ഇങ്ങനെ. പല വർഷങ്ങളിലായി സത്യം അക്കൗണ്ടുകൾ ഒരിക്കലും നിലവിലില്ലാത്ത ലാഭം കാണിച്ചു. നിലവിലില്ലാത്ത ബാങ്കിലെ പണം ഷെയറുകളുടെ വില പെരുപ്പിച്ചു. തുടർന്ന് രാജുവും സുഹൃത്തുക്കളും ഓഹരികൾ വിറ്റു. അക്കൗണ്ടുകൾ നിലവിലില്ലാതെ ആളുകൾക്ക് ശമ്പള പേയ്മെന്റുകൾ കാണിച്ചു. ഇവ യഥാർത്ഥത്തിൽ ബോർഡ് അംഗങ്ങൾക്ക് പോയി. രാജു മോഷ്ടിച്ചതും ഒരിക്കലും അക്കൗണ്ടുകളിൽ പ്രവേശിക്കാത്തതുമായ USA കുറഞ്ഞ ലോണുകൾ നേടാനാണ് വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത്. ഹൈദരാബാദിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലാണ് പണത്തിന്റെ ഭൂരിഭാഗവും ചെലവായത്. 2008 പ്രോപ്പർട്ടി മാർക്കറ്റ് തകർന്നപ്പോൾ ഭൂരിഭാഗവും അപ്രത്യക്ഷമായി. ഇത് വിസിൽ ബ്ലോവർമാർ കേൾക്കാനിടയായി. പിന്നീട് ഒരു പ്രോപ്പർട്ടി കമ്പനി വാങ്ങാനുള്ള രാജുവിന്റെ ശ്രമം അഴിമതി പുറത്തു കൊണ്ടുവരാൻ കാരണമായി. 2009 ജനുവരി 7 സത്യത്തിന്റെ ചെയർമാൻ ബൈജു രാമലിംഗ രാജു 7000 കോടിയുടെ അക്കൗണ്ടുകളിൽ പല രൂപങ്ങളിൽ കൃത്രിമത്വം നടത്തിയെന്ന് സമ്മതിച്ചു രാജിവെച്ചു. ഈ വാർത്ത ആഗോള കോർപ്പറേറ്റ് സമൂഹത്തെ ഞെട്ടിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. 2009 ഫെബ്രുവരിയിൽ CBI കേസ് ഏറ്റെടുക്കുകയും 1 വർഷം 3 ഭാഗിക കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. കണ്ടെത്തൽ ഘട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ ചാർജുകളും പിന്നീട് ഒരൊറ്റ ചാർജ് ഷീറ്റിലേക്ക് ലയിപ്പിച്ചു. 2015 ഏപ്രിൽ 10 ബൈജു രാമലിംഗ രാജുവിനെ മറ്റ് 10 ബോർഡ് അംഗങ്ങൾക്കൊപ്പം ശിക്ഷിച്ചു. തുടർന്ന് 7 വർഷം അദ്ദേഹത്തെ കഠിന തടവിന് ശിക്ഷിച്ചു.